ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോസ് ടോക്സ്. അഖിലന്നാടിയുടെ വൈഫ് ഒളിച്ചോടിപ്പോയായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരുടെ കുടുംബ പ്രശ്നം കിട്ടിയാലും എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും അതെടുത്ത് കണ്ടന്റാക്കി അരി വാങ്ങിക്കണ ഒരു തായളി ഉണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ ആസ് യൂഷ്വൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഏത് ഇൻഫ്ലുവൻസറിൻ്റെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ 10 വർഷമായിട്ട് അവൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ 5 വർഷമായിട്ട് അവൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ അവനെ ഈ കേസിൽ വിളിച്ചപ്പോൾ അവന് പറയാനുള്ളത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്. എന്താണ് പുള്ളിക്കാരൻ അഖിലന്നാടിയെ വിളിച്ചിട്ട് അഖിലന്നാടി പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്ന സാധനം എന്തരാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അതെ, ഈ ടോപ്പിക് കുറച്ച് ടഫാണ്. ഒത്തിരി ടഫുള്ള കേസാണ്. കൂട്ടുകാരൻ്റെ പെണ്ടാട്ടി ഒളിച്ചോടി പോയ കേസ് ഒത്തിരി ടഫാണ്. പക്ഷെ എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ, കാരണം അരി മൂഞ്ചണമല്ലോ. അതിപ്പോൾ കൂട്ടുകാരൻ്റെ പെണ്ടാട്ടി ഒളിച്ചോടി പോയാലും കൂട്ടുകാരൻ്റെ പെണ്ടാട്ടിക്ക് അവിധം ഉണ്ടായിരുന്നാലും നമുക്കതെടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയാലല്ലേ അരി മൂഞ്ചത്തുള്ളൂ. അതിപ്പോൾ കൂടെ വയ്ക്കുന്ന കൂട്ടുകാരനാണെങ്കിലും കുളത്തിൽ കുന്തം കയറ്റിയല്ലേ വെക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് കണ്ടന്റ് ചെയ്തേ പറ്റൂ. അഖിൽ NRDയുടെ സീന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്, ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന 2 വ്യക്തികളാണ് നിങ്ങൾ. ഇതൊക്കെ ആരുടെ ലൈഫിൽ വേണോ നടക്കുന്ന സാധനമാണ്. എപ്പോൾ വേണോ സംഭവിക്കാം. ആരുടെ ലൈഫിൽ വേണോ നടക്കുന്ന സാധനമാണ്. പിന്നെ എന്താ വല്ലത്താ നീ അവൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് വന്ന് തമ്മിലുണ്ടാക്കിക്കൊണ്ട് അതൊക്കെ ആരുടെ ലൈഫിൽ വേണോ എപ്പോൾ വേണോ നടക്കാം. പക്ഷേ എൻ്റെ അടുത്ത കൂട്ടുകാരനായതുകൊണ്ട് അവൻ്റെ പെണ്ടാട്ടിയായതുകൊണ്ട് ഒളിച്ചോടി പോയതുകൊണ്ടും എനിക്ക് കണ്ടൻറ്റ് ചെയ്യണമല്ലോ, കാരണം അവൻ ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോൾ അവൻ്റെ പെണ്ടാട്ടി ഒളിച്ചോടി പോയ കണ്ടൻറ്റ് ചെയ്ത് തന്നെ നമുക്ക് കുറച്ച് റീച്ച് കിട്ടും. എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. ഞാൻ ഈ കല്യാണത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ കല്യാണത്തിന് പങ്കെടുക്കാത്ത ഏത് ഇൻഫ്ലുവൻസർ ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ ഡൗട്ട്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇയാൾ ഒന്നേ കല്യാണത്തിന് പോകും, അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇയാളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം കാണുന്നവൻ അരിയണ്ണൻ, എല്ലാം അറിയുന്നവൻ അരിയണ്ണൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അറിയാതെ കേരളത്തിൽ ഈച്ച പോലും പറക്കത്തില്ല, പട്ടി പോലും പെടുക്കത്തില്ല. അതാണ് സംഭവം. അപ്പോൾ കല്യാണമായപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇവരാരും ഇപ്പോൾ അഖിൽ NRD എസ്പെഷ്യലി ബാക്കി കണ്ടൻറ്റുകൾ ചെയ്യുന്നു എന്നല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും പുറത്തറിയിച്ച് വ്ളോഗോ കാര്യങ്ങളോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അല്ലടെ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം അവരുടെ പേഴ്സണൽ ലൈഫ് കാണിക്കേണ്ട ആവശ്യം എന്തിനാണ്? നീ എല്ലാം അറിഞ്ഞിട്ട് നേരത്തെ പട്ടിയെ കണക്ക് മണത്തിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്ത് പറയൂലേ? അവരുടെ കുടുംബ പ്രശ്നവും വീട്ടിൽ എന്തേലും വെച്ചെന്നും അവർ ഉച്ചയ്ക്ക് എന്തേലും കഴിച്ചെന്നും കക്കൂസി പോയാന്നും പെടുത്താന്നും ഒക്കെ നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയുമല്ലോ. പിന്നെന്തിനാ അവനിനി പ്രത്യേകിച്ച് ഇപ്പോൾ ലൈഫ് വ്ളോഗ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളെന്തേലും കണ്ടന്റ് എടുത്തിട്ട് ഉണ്ടാക്കുമല്ല, പിന്നെ അവരൊന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്തേലും. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഐ ഹാവ് ടു ഡു വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. അവനെ കമൻറ്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും അഖിലിൻ്റെ വിഷയം സംസാരിക്കുന്നുണ്ട്. ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. ഐ ഹാവ് ടു ഡു ദിസ്. ബട്ട് പിന്നെ ഐ ഹാവ് ടു ഡു വീഡിയോ. എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് വരും, എൻ്റെ അടുത്ത് എല്ലാവരും പേഴ്സണലി വിളിച്ച് പറയും അഖിലന്നാടിയുടെ പെണ്ടാട്ടി ഒളിച്ചാടിപ്പോയി, അതുകൊണ്ട് നീ വീഡിയോ ചെയ്യണം. പിന്നെ യൂട്യൂബുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, ഈ വീഡിയോ ചെയ്തേ പറ്റൂ, ഇത്ര മിനിറ്റ് കൂടുമ്പോൾ നീ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടേ പറ്റുള്ളൂ. പിന്നെ യൂട്യൂബുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചേക്കില്ലേ? എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് ചെയ്യണതാണ്. അല്ലാതെ കൂട്ടുകാരൻ്റെ പെണ്ടാട്ടി ഒളിച്ചോടി പോയതുകൊണ്ടും കൂട്ടുകാരെ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടും അത് വിറ്റ് കുറേ വ്യൂസ് ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ടും ചെയ്യണമല്ല കേട്ടോ. ഇല്ല, എനിക്ക് ചെയ്യേണ്ടി വരുന്നതാണ്, എൻ്റെ ജോലി അതാണേ. ഇന്ന് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്നെ അങ്ങ് ബാൻ ചെയ്ത് കളയും. ഈ വീഡിയോ ഇട്ടില്ലെങ്കിലേ യൂട്യൂബ് അങ്ങ് ബാൻ ചെയ്ത് കളയും. അയ്യോ, അതുകൊണ്ട് ചെയ്യണതാണേ. CCTV ഫുട്ടേജ് അതിനിടയിൽ ആരൊക്കെ എടുത്ത് പുറത്തിടുന്നു. ആ CCTV ഫുട്ടേജ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവൾ പോയി, അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അപ്പോൾ അവൾ പോയി. ഇതിലൊരു ബ്ലെയിം ഗെയിമിൻ്റെ സൈഡ് വരുന്നുണ്ട്. അതായത് അഖിൽ NRDയെ വൈഫ് ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുമ്പോൾ അഖിൽ NRDക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അഖിൽ NRDന് എന്തോ വിഷയമാണ്.
ആ പെൺകുട്ടി ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയത്, അഖിലൻ ആടിയക്കളായിട്ട് പോയതൊക്കെ ആ പെൺകുട്ടിയുടെ ചോയ്സാണ്. ആ ഒളിച്ചോടുന്ന വീഡിയോ ഒക്കെ ആരൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കണ്ടേ. പക്ഷേ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടിട്ടില്ലാത്തവർ കാണണം കേട്ടോ, കണ്ടിട്ടില്ലാത്തവർ കാണണം. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഈ പോലീസ് സ്റ്റേഷനകത്ത് ഈ പെൺകുട്ടി പോയിട്ട് മൊഴി കൊടുത്തപ്പോൾ അഖിലിന് വേറൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചെന്നുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വരുന്നു. കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾ ലൈക്ക് എന്താ പറയുക, വേറെ ആളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇടുക എന്ന് പറയുമ്പോൾ ചിലർക്ക് അതൊരു ഭയങ്കര ഹരമാണ് തോന്നുന്നു. കുറേ അധികം കമൻറ്റുകളുണ്ട്, അതായത് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട്. ഞാൻ ആ കമൻറ്റുകൾ വെക്കുന്നില്ല. ഓക്കെ, ഞാൻ എടുത്ത് ഇവിടെ ചെയ്യാൻ വെച്ചപ്പോൾ വെച്ചു, പക്ഷേ ഞാൻ വെക്കുന്നില്ല. ഇട്ടവന്മാരിട്ട് ഞാനായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നില്ല. അതിൽ അഖിലിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു സൈഡുണ്ട്. അഖിലനാടി അവരുമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഭയങ്കര ഹാപ്പി കപ്പിളായിരുന്നു. പല ഇൻ്റർവ്യൂവിലും കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്ത് മൈരാണെന്ന് പറഞ്ഞതെന്ന് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാലല്ലേ ബാക്കിയുള്ളവർക്ക് അവൻ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവന് മുമ്പിലിങ്ങനെയും കിട്ടിയല്ലോ എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് അവനെ നോക്കി കളിയാക്കി ചിരിക്കാൻ പറ്റും. എൻ്റെ കൂട്ടുകാരനാണ്, കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ആരും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അഖിലനാടിക്ക് ഭയങ്കര ഒരുപാട് വേറെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അഖിലനാടിയുടെ ഒളിച്ചോടി പോയ വൈഫ് മേഘ പറയുന്നത്. നിങ്ങളാരും അറിഞ്ഞില്ലായിരിക്കും അല്ലേ? എല്ലാവരും അറിഞ്ഞാണ്. നിങ്ങളെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അത് ഞാൻ കാണിച്ചു തരാം, എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അഖിലനാടിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ഒരു ബസ് ഡ്രൈവറിൻ്റെ കൂടെ, ബസ് കണ്ടക്ടറിൻ്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. ഇത്ര മാത്രമേ ന്യൂസിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡായതുള്ളൂ. പക്ഷെ ഞാൻ അഖിലിനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് അഖിലിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് കാര്യം, എന്തൊക്കെയാണ് മേഘയുടെ സൈഡിൽ നിന്ന് വന്നത്, മേഘ എന്താണ് പറഞ്ഞത്, സ്റ്റേഷനിൽ പോയോ, സ്റ്റേഷനിൽ എന്ത് പറഞ്ഞു, എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു, എന്തൊക്കെ കമൻ്റ് ഇടുന്നു, ഇതൊന്നും 90% ആൾക്കാർ അറിഞ്ഞിട്ടില്ല. വളരെ 10% ആൾക്കാരെ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാനിതെല്ലാം കാണിക്കും. അത് എല്ലാവരും അറിഞ്ഞതാണല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കും. നല്ല കൂട്ടുകാരായി. അപ്പം അവൾ പോയി സ്റ്റേഷനിൽ എന്തിനു പറഞ്ഞെന്നോ, എന്താണ് അവൾ പറഞ്ഞ റീസണെന്നോ കാര്യമൊന്നും പബ്ലിക്കായിട്ട് എങ്ങും വലുതായിട്ട് വന്നിട്ടില്ല, അധികം ആൾക്കാരെ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ അഖിലനാടിക്ക് വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറയുന്നു. അങ്ങനെയാണ് മേഘ പറഞ്ഞത് കേട്ടോ. നിങ്ങളാരും അറിഞ്ഞില്ലായിരിക്കും, അതിനോടുണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പക്ഷേ ഇത് അവളുടെ ചോയ്സാണ്. ആരും അഖിലനാടിയെ ബ്ലെയിം ചെയ്യല്ലേ. അവൾ പോയതിൻ്റെ റീസൺ എന്താണെന്ന് അവനൂടെ. പക്ഷേ അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അഖിലനാടി ആരും ബ്ലെയിം ചെയ്യല്ലേ. നല്ല മൂഞ്ചിയ കൂട്ടുകാരായി. എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം, ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു കൂട്ടുകാരനെ കൊടുക്കല്ലായിരുന്നു. ഇങ്ങനൊരു പ്രശ്നം തന്നെ പിന്നെ ആദ്യമേ അഖിലനാടി വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യു ഹാവ് ടു മൂവ് ഓൺ, നീ ഇത് ഫേസ് ചെയ്തേ പറ്റൂ, ഇതെല്ലാം പറഞ്ഞു. എന്നിട്ട് നൈസായിട്ട് സ്റ്റേഷനിൽ പോയായിരുന്നു. സ്റ്റേഷനിലെ കേസ് എന്തരേ? ഓ, അവളങ്ങനെ പറഞ്ഞ. മേഘ എന്ത് പറയുന്നു? അവിടെ കാമുകൻ എന്ത് പറയുന്നു? കല്യാണം ഉടനെ കാണോ, ഡിവോഴ്സ് ഉടനെ കാണോ? ഇതെല്ലാം അഖിലനാടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് കൂട്ടുകാരൻ വലിച്ചെടുത്തിട്ട് കൂട്ടുകാരൻ്റെ വീഡിയോയ്ക്ക് കണ്ടന്റ് പൂഞ്ചുന്നു. ഇത്രയും മനസാക്ഷിയുള്ളൊരു കൂട്ടുകാരൻ ആർക്കും കാണൂല. 1,000,000 എന്നമേ കാണൂ ഇതുപോലെ കുറച്ച് പുണ്ടച്ചികൾ. അധികം ആൾക്കാരും അറിഞ്ഞുകൂടാത്ത ഈ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് അങ്ങേര് വീഡിയോ ചെയ്ത് 6 ലക്ഷം 7 ലക്ഷം 10 ലക്ഷം അറിയാത്ത ആൾക്കാരെ മൊത്തം അറിയിച്ച്. എന്നിട്ട് ആൾക്കാരടുത്ത് പറയണം, നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ കുറച്ചുകൂടെ മെച്യൂറായിട്ട് കമൻ്റ് ഇടണം, നിങ്ങൾ മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇതൊക്കെ ലൈഫിൽ ആരുടെ ലൈഫിൽ വേണോ നടക്കാവുന്ന സാധനമാണ്, സംഭവമാണ്. ഈ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ 90% ആൾക്കാർക്ക് അറിയത്തില്ല. കാരണം ഈ വീഡിയോ കാണുന്നതും റീലിന് കമൻ്റ് ഇടുന്നതുമായിട്ടുള്ള ആൾക്കാരും അഖിലനാടിയുടെ പേഴ്സണൽ ലൈഫോ അങ്ങനെയായിട്ട് പേഴ്സണലി അടുപ്പമുള്ള ആളൊന്നുമല്ല. പക്ഷേ സീക്രട്ട് ഏജൻറ്റിന് പേഴ്സണലി അടുപ്പമുള്ളതുകൊണ്ട് സീക്രട്ട് ഏജൻറ്റ് വിളിച്ചിട്ട് ഇതെല്ലാം അറിയാത്ത ആൾക്കാരെ അറിയിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് നിങ്ങളങ്ങനെ കമൻ്റ് ഇടരുത്, അഖിലേ നീ മൂവ് ഓൺ ആവണം, നീ പെണ്ണുപിള്ളല്ലേ വിളിച്ചോടി പോയാലും നീ മൂവ് ഓൺ ആവണം, നീ ഇത് ഫേസ് ചെയ്യണം. നല്ല പുളുത്തി അകപ്പാട് തന്നെ. നല്ല കൂട്ടുകാരൻ, 4-5 വർഷമായിട്ട് കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ള കൂട്ടുകാരൻ. അവൻ്റെ പെണ്ണുപിള്ള ഒളിച്ചോടി പോയാലും അച്ഛൻ്റെ അത്തുപോയാലും കുഴപ്പമില്ല, എനിക്ക് അവൻ്റെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് എനിക്ക് കണ്ടൻറ് ഉണ്ടാക്കണം. യൂട്യൂബിൽ നിന്ന് പേഴ്സണലി വീഡിയോ ചെയ്യാനായിട്ട് എഗ്രിമെൻ്റ് ഉള്ള ആളാണ് സീക്രട്ട് പുണ്ട. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് തന്നെ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലെ റീലിൽ വന്ന് കണക്കായിരിക്കും. എനിക്കൊരു മൈരുമില്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ ഞാൻ പോടാക്കുണ്ടെന്ന് തന്നെ പറയും. ഞാനായാലും എനിക്കല്ല കുഴപ്പമില്ല. എന്തോ ഭയങ്കര മെസ്സേജ് കൊടുക്കാനായിട്ട് വന്ന ഓഡിയൻസിനെയൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്താനായിട്ട് വന്ന രീതിയിൽ വന്നിട്ട് അഖിലനാടിയുടെ വായിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ പയ്യെ അങ്ങ് അറിയാത്ത ആൾക്കാരെടുത്ത് അറിയാൻ വേണ്ടി ഒരു വീഡിയോ കണക്ക് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇടും. എന്നിട്ട് ആൾക്കാർ പറയും നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്തെന്നുള്ളൊരു സാധനം പറഞ്ഞിട്ട് ആൾക്കാർക്ക് അവനോടത്തെ സാധനം ഇങ്ങനെ തന്നെ പറഞ്ഞും കൊടുക്കും.
അതിൽ തന്നെ ആദ്യം കളിയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ആ പെണ്ണ് ഒളിച്ചോടി പോകുന്ന വീഡിയോയും കാര്യമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിവിടെ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ ഉദ്ദേശത്തിലല്ല. എന്ത് മനുഷ്യനാണോ ഇങ്ങനെ ഒരു കൂടെ നിൽക്കുന്നവൻ തന്നെ കോത്തിലടിച്ച് അരി വാങ്ങിച്ചാലേ ഒക്കത്തുള്ളൂ. ഇത്രയും വൃത്തികെട്ട ഒന്നും പറയാനില്ല. 20 മിനിറ്റോളം ഉണ്ട് ആ വീഡിയോ. 20 മിനിറ്റ് എന്തിനാണ് ഇവൻ്റെ ഈ സെയിം ഗുണാധികാരവും അഭിനയമൊക്കെ ചുമ്മാ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം? അതുകൊണ്ട് ഈ പീക്ക് പോക്കർത്തരം കാണിക്കുന്ന ഒരു 5 മിനിറ്റാണ് ഞാൻ ഇതിനകത്ത് കാണിച്ച് പറയുന്നത്. കാരണം പറഞ്ഞല്ലേ പറ്റൂ. നമ്മൾക്കും കൂട്ടുകാരുണ്ട്, നമ്മളെ അടുപ്പത്തിലുള്ളവരുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടുകാരിപ്പം നമ്മളുമായിട്ട് ഉടക്കി പിരിഞ്ഞിരുന്നാൽ പോലും ഇങ്ങനൊരു സമയത്ത്, അല്ലെങ്കിൽ ഇതേപോലെ പേഴ്സണലായിട്ട് ഭയങ്കര ഒരു പ്രശ്നം ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനും ഇപ്പോൾ എത്ര വലിയ ഇൻഫ്ലുവൻസർ ആയാലും യൂട്യൂബർ ആയാലും അതൊക്കെ എടുത്ത് വെച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ പേഴ്സണലായിട്ടുള്ള ആൾക്കാർ മാത്രം അറിയുന്ന, അവർ വിശ്വസിച്ച് പറയുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കി ആരും ചെയ്യാൻ നിൽക്കാറില്ല. ഇറ്റ്സ് ഈസ് കോൾഡ് വാട്ട് ഇറ്റ് ഈസ്, സ്പീക്ക് തന്തയില്ലായ്മ തരം. ഇത്ര പറയാൻ പറ്റൂ. കൂട്ടുകാരൻ്റെ പെണ്ണും പിള്ള ഒളിച്ചോടി പോയത് അവൾ അവീതമൊക്കെ കൂട്ടുകാരനെ വിളിച്ച് തന്നെ ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തിട്ട് അറിയാത്ത ആൾക്കാരെ കൂടെ അറിയിക്കാനായിട്ട് വീഡിയോ ചെയ്തിരുന്ന് തൊലിക്കുന്നു. എന്നിട്ട് എന്തോ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഐ ഹാവ് ടു ഡൂ ഇറ്റ്, യു മസ്റ്റ് മൂവ് ഓൺ, ഐ മസ്റ്റ് ഡൂ ദിസ് വീഡിയോ എന്നും പറഞ്ഞ് വന്നിന്ന് പുളുത്തിയിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരെടുത്ത് അയ്യോ നിങ്ങൾ അങ്ങനെ കമൻ്റ് ഇടരുത്, ഇങ്ങനെ തൊലിക്കരുത്, പോസ്റ്റ് ഇടുമ്പോൾ അങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കരുത്, ഇങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കരുത്. പക്ഷേ അവൻ്റെ വായിൽ നിന്ന് കിട്ടിയല്ല ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി. അറിയാത്തവർ അതിനുള്ള എന്നുള്ളൊരു മൈൻഡിൽ ഡബിൾ ഡാഡി സിൻഡ്രോം കാണിച്ച് വീഡിയോയും ചെയ്തിട്ട് ആൾക്കാരെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. പേര് സീക്രട്ട് ഏജൻറ്റ്. വല്ലവൻ്റെ വീട്ടിലെ അഭിഹിതവും ഒളിച്ചോട്ടമൊക്കെ തപ്പിക്കൊണ്ട് വന്നിട്ട് അതും സ്വന്തം കൂട്ടുകാരൻ്റെ ലൈഫിൽ തന്നെ നടന്നൊരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻറ്റിൽ അവൻ്റെ വായിൽ നിന്ന് കിട്ടിയ സാധനം പൊക്കിക്കൊണ്ടൊന്ന് കണ്ടന്റ് ഇട്ട് തൊലിക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റീവ് സീക്രട്ട് ഏജൻറ്റ്. കീപ് ഡൂയിങ് ഇറ്റ്, ക്യാരി ഓൺ. സ്വന്തം വീട്ടിൽ ആരെങ്കിലും ഇതേപോലെ സ്വന്തം പെണ്ടാട്ടി ഇങ്ങനെ ഒളിച്ചോടുന്ന സമയത്തും ഇതേപോലെ വീഡിയോ കാണിക്കണം. കാരണം യു മസ്റ്റ് ഹാവ് ടു ഡു വീഡിയോ ബിക്കോസ് യു ഹാവ് എൻ അഗ്രിമെൻറ്റ് ഫ്രം യൂട്യൂബ് അല്ലേ. വീഡിയോ ഇട്ടില്ലെങ്കിൽ യൂട്യൂബ് ബാൻ ചെയ്യൂലേ. സ്വന്തം വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് ഇതേപോലെ കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതേപോലെ തന്നെ വീഡിയോ ഇടണം, കാരണം അരിമൂഞ്ചണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അരിയണൻ്റെ പവിയിലെ വീഡിയോ. ദിസ് ഈസ് ഷാനു സ്റ്റോക്സ് സൈനിങ് ഓഫ്. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.